ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രവർത്തിക്കുന്ന ഫാക്ടറി മെഷീൻസ്. ഹായ് ബഡീസ്, ഏവർക്കും ഫാക്സ് മോജോയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ അധ്വാനത്തെ ലഘൂകരിക്കാനാണ് യന്ത്രങ്ങൾ കണ്ടുപിടിച്ചത്. വലിയ ഫാക്ടറികൾ മുതൽ നമ്മുടെ കൊച്ചടുക്കളയിൽ പച്ചക്കറി അരിയാൻ വരെ ഇന്ന് മെഷീൻസ് ഉണ്ട്. പല വലിപ്പത്തിലും രൂപത്തിലും നമ്മെ സഹായിക്കുന്ന കുറച്ച് മെഷീൻസ് ആണ് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ പോകുന്നത്. ഇവ വെറും മെഷീൻസ് അല്ല കേട്ടോ, ഫുഡ് മെഷീൻസ് ആണ്. തേങ്ങ പൊതിക്കാനും തണ്ണിമത്തൻ തൊണ്ട് കളയാനും കൂൺ വിളവെടുക്കാനും തുടങ്ങി റൊട്ടി ഉണ്ടാക്കാനും പിസ്സ ഉണ്ടാക്കാനും വരെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമാർന്ന മെഷീൻസും അവയുടെ പ്രവർത്തനവുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നാൽ തുടങ്ങാം. വെൽക്കം ടു ഫാക്സ് മോജോ. നമ്പർ 10, കൂൺ വിളവെടുക്കാം ഈസിയായി. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു മഷ്റൂം ഹാർവെസ്റ്റിംഗ് മെഷീനാണ്. പാടത്ത് നെല്ല് വിളവെടുക്കുന്ന യന്ത്രം കണ്ടിട്ടില്ലേ? അതുപോലെ വിളവെടുക്കാൻ പാകമായ മഷ്റൂംസ് കൃത്യതയോടെയും കാര്യക്ഷമമായും വിളവെടുക്കുന്ന മഷ്റൂം ഹാർവെസ്റ്റിംഗ് മെഷീനാണിത്. ഇതിന്റെ പേരാണ് വാൻഡ് ആൻഡ് ടോപ്പ്. മഷ്റൂം പ്ലാന്റുകളിൽ വിളവെടുക്കാൻ പാകമായ മഷ്റൂമുകൾക്ക് മുകളിലൂടെ എത്ര അനായാസമായാണ് ഈ മെഷീൻ നീങ്ങുന്നത്. അതോടൊപ്പം എത്ര പെട്ടെന്നാണ് മെഷീൻ മഷ്റൂമുകൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് കണ്ടില്ലേ? മഷ്റൂംസ് കട്ട് ചെയ്തെടുക്കുക മാത്രമല്ല, അവ കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് ഘട്ടം ഘട്ടമായി വാഷ് ചെയ്യുകയും പാക്ക് ചെയ്യുകയും സീൽ ചെയ്യുകയും ചെയ്യുന്നു. കടകളിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂമിന്റെ നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്പർ 9, കൊതിയൂറും കാസ്പേഴ്സ് ഐസ്ക്രീം. പല വെറൈറ്റി ഫുഡ് മെഷീൻസും കണ്ടിട്ടില്ലേ? എങ്കിൽ ഇനിയൊരു അടിപൊളി ഐസ്ക്രീം മേക്കർ കണ്ടാലോ? വളരെ പോപ്പുലറായ കാസ്പേഴ്സ് ഐസ്ക്രീം എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ? പൂർണ്ണമായും യന്ത്രസഹായത്തോടെയാണ് കാസ്പേഴ്സ് ഐസ്ക്രീം നിർമ്മിക്കുന്നത്. കാസ്പേഴ്സ് ഐസ്ക്രീമിന്റെ ഫാറ്റ് ബോയ് ബ്രാൻഡ് ഏറെ ജനകീയമാണ്. 2 ചോക്കോ ചിപ്പ് കുക്കീസിന്റെ ഇടയിൽ ഐസ്ക്രീം വെച്ച് പാക്ക് ചെയ്തു വരുന്ന കാഴ്ച നിങ്ങളുടെ നാവിൽ കൊതി ഉണർത്തും. എങ്കിൽ കണ്ടാലോ? കൺവെയർ ബെൽറ്റിലെ മോൾഡിൽ കാസ്പേഴ്സ് ചോക്കോ ചിപ്പ് കുക്കി വെച്ചതിനു ശേഷം ഇതിന് മുകളിലേക്ക് ഐസ്ക്രീം സ്ക്വയർ ഷേപ്പിൽ സ്ക്വീസ് ചെയ്യുന്നു. തുടർന്ന് അതിന് മുകളിലേക്ക് വീണ്ടും അടുത്ത കുക്കി വെച്ചുകൊണ്ടാണ് ഫാറ്റ് ബോയ് സാൻഡ്വിച്ച് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത്. തുടർന്ന് ഐസ്ക്രീമിന്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിനായി ഇത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. പാക്ക് ചെയ്ത് പുറത്തു വരുന്ന ഐസ്ക്രീം പാക്കറ്റുകൾ ഫാക്ടറിയിലെ തൊഴിലാളികൾ കളക്ട് ചെയ്യുന്നു. ഇതുപോലെ ഒരു ഐസ്ക്രീം കമ്പനിയിൽ ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. നമ്പർ 8, ഭീമൻ ജ്യൂസർ. വീട്ടിലെ മിക്സിയിൽ ഒരേ സമയം എത്ര ഗ്ലാസ് ജ്യൂസ് അടിക്കാൻ സാധിക്കും? 4 അതോ 5? അപ്പോൾ വലിയ അളവിൽ ജ്യൂസ് നിർമ്മിക്കേണ്ടി വന്നാലോ? അതിനുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് PR100 കൊമേഴ്ഷ്യൽ ഹൈഡ്രോളിക് ജ്യൂസ് പ്രസ്. ഒരേ സമയം വലിയ അളവിൽ ജ്യൂസ് നിർമ്മിക്കാൻ ഈ മെഷീൻ ഉപയോഗിക്കാം. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കണ്ടാലോ? ആദ്യമായി ഗ്രൈൻഡ് ചെയ്ത ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാനുള്ള ബാഗ് കണക്ട് ചെയ്യുന്നു. പിന്നീട് ജ്യൂസ് ആക്കി മാറ്റാനുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും മെഷീനിനകത്തേക്ക് നിക്ഷേപിക്കുന്നു. നോക്കൂ, ഒരു ഫുൾ പൈനാപ്പിൾ തന്നെ ഇതിനകത്തേക്കിടാം. മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്ത ഫ്രൂട്ട്സ് ആദ്യം കണക്ട് ചെയ്ത ബാഗിലേക്ക് എത്തുന്നു. അടുത്ത ഘട്ടത്തിൽ ഫ്രൂട്ട്സ് മിക്സ് കളക്ട് ചെയ്ത ബാഗിലേക്ക് 14 ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ചണ്ടിയും ജ്യൂസും വേർതിരിക്കുന്നു. വളരെ ടേസ്റ്റിയായ ജ്യൂസ് റെഡി. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 7, തേനൂറും ഹണീസ് കാൻഡി. വളരെ ടേസ്റ്റിയായ ഹണീസ് കാൻഡി എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ? വളരെ ശുദ്ധമായ തേൻ ശേഖരിച്ച് യന്ത്രങ്ങളുടെ സഹായത്തോടെ അതിനെ ഖരരൂപത്തിലാക്കിയെടുത്താണ് ഹണീസ് കാൻഡി നിർമ്മിക്കുന്നത്. ഹണി പ്ലാന്റേഷനിൽ നിന്നും പരിശുദ്ധമായ ഹണി ശേഖരിച്ച് ഫാക്ടറിയിൽ എത്തിക്കുന്നു. പിന്നീടവ ആദ്യം തേൻ നന്നായി പരത്തിയെടുക്കുന്നു. പിന്നീട് ഇത് ഉരുട്ടി കട്ടിയുള്ള രൂപത്തിലേക്ക് മാറ്റുകയും ഒരു വലിയ റോളർ മെഷീനിൽ എത്തിച്ച് ലെയറായി റോൾ ചെയ്തെടുക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഇതിലേക്ക് കൂടുതൽ ഹണി ചേർക്കുന്നു. ഇപ്പോൾ ചേർത്ത ഹണി മിഠായിയുടെ അകത്തേക്കാണ് ഫിൽ ചെയ്യുന്നത്. ഇനി നീണ്ട കുഴൽ രൂപത്തിലുള്ള കാൻഡി കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത മിഠായികൾ ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കുന്നു. തുടർന്ന് കൃത്യമായി പാക്ക് ചെയ്ത് പുറത്തെത്തിക്കുന്നു. സ്വാദൂറും ഹണീസ് കാൻഡി റെഡി. നമ്പർ 6, പാൻകേക്ക് ഉണ്ടാക്കാം ഈസിയായി. പാൻകേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ തീർച്ചയായും ഫ്രഞ്ച് പാൻകേക്ക് ആയ ക്രെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാകും. നോക്കൂ, മെഷീനിന്റെ സഹായത്തോടെ ക്രെപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടില്ലേ? ഇവ ഒരു HDM മെഷീൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിലെല്ലാം ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകും. തയ്യാറാക്കി വെച്ച മാവ് ഇതിലെ കല്ലുകളിലേക്ക് ഒഴിച്ച് റൊട്ടേറ്റിംഗ് ലീഫുകൾ ഉപയോഗിച്ച് പരത്തുന്നു. ഇവയുടെ സ്റ്റാറ്റസ് അറിയാൻ ഡിസ്പ്ലേ നോക്കി എളുപ്പം മനസ്സിലാക്കാം. ക്രെപ്പ് മോൾഡിലേക്ക് മാവ് ഒഴിക്കുന്നതും അത് നൈസായി പരത്തിയെടുക്കുന്നതുമെല്ലാം ഈ HDM ക്രെപ്പ് മെഷീൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ കരസ്പർശം ഒന്നും തന്നെ വേണ്ടതില്ല. മണിക്കൂറിൽ 300 ക്രെപ്സ് വരെ ഇങ്ങനെ നിർമ്മിക്കാനാകും. തയ്യാറായ ക്രെപ്പ് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തിയെടുക്കുന്നു. ജോലിക്കാരെയും കണ്ടില്ലേ? എന്നാൽ ചൂടുള്ള ഒരു പാൻകേക്ക് എടുക്കട്ടെ. മാറുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ.
നമ്പർ 5 സർമാൻ, നല്ല അടിപൊളി ഒരു പാസ്ത മേക്കർ. ഇനി ഫാക്സ് മോജോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പാസ്ത മേക്കറാണ്. സർമാൻ പാസ്ത മേക്കർ എന്നാണ് ഇതിന്റെ പേര്. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പാസ്ത എങ്ങനെയാണ് മെഷീനിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് കണ്ടാലോ. ആദ്യം പാസ്ത നിർമ്മിക്കാൻ ആവശ്യമായ വൈറ്റ് ഫ്ലവർ, സെമോലിന എന്നിവ നിശ്ചിത അനുപാതത്തിൽ മെഷീനിലേക്ക് ഇടുന്നു. മെഷീൻ ഓൺ ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്ത് മുട്ട ഇതിലേക്ക് സാവധാനം ഒഴിക്കുന്നു. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ആയ ശേഷം മെഷീൻ ഓഫ് ചെയ്ത് മിക്സ്ചറിന്റെ കൺസിസ്റ്റൻസി പരിശോധിക്കുന്നു. തുടർന്ന് പാസ്ത പുറത്തേക്ക് വരുന്ന മെഷീനിന്റെ സൈഡിലുള്ള വാൽവിൽ നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള ഡൈസ് വെച്ച് നീണ്ടതും പരന്നതും കുറുകിയതുമായ വ്യത്യസ്തമാർന്ന പാസ്തകൾ നിർമ്മിക്കാം. പാസ്തയുടെ പല വെറൈറ്റിയും ഈ മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കാം. നീണ്ടു പരന്ന പാപ്പർഡെല്ലെ പാസ്ത, നേർത്ത് നീണ്ട നൂഡിൽസ് പോലെയുള്ള സ്പഗേറ്റി പാസ്ത, നീണ്ട് ചീളുകൾ പോലെയുള്ള ടാഗ്ലിയാറ്റെല്ലെ പാസ്ത, കുഴലപ്പം പോലെയുള്ള കാനലോനി പാസ്ത, ചെറിയ കുഴൽ പോലെയുള്ള റിഗാറ്റി പാസ്ത, മക്രോണി തുടങ്ങി എത്ര വെറൈറ്റി പാസ്തകളാണ് ഈ മെഷീനിലൂടെ പുറത്തു വരുന്നത്. കണ്ടില്ലേ? നമ്പർ 4 റാവിയോളി മേക്കർ മെഷീൻ. റാവിയോളി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? 2 പാസ്ത ഷീറ്റുകൾക്കിടയിൽ പല ആകൃതിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഫില്ലിംഗ് ആണ് റാവിയോളി. കാണാൻ നമ്മുടെ സമൂസ പോലെ ഇരിക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ഇറ്റാലിയൻ വിഭവം എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ. റാവിയോളി ഉണ്ടാക്കാൻ ആവശ്യമായ വൈറ്റ് ഫ്ലവർ, സെമിയോളി, ബീറ്റ് ചെയ്ത എഗ്സ് എന്നിവ മെഷീനിലേക്ക് ഇടുക. പിന്നീട് മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ആവുകയും മാവ് പരുവത്തിലാവുകയും ചെയ്യുന്നു. പിന്നീട് പരന്ന ആകൃതിയിൽ ഇത് പുറത്തേക്ക് വരും. ഈ വരുന്ന മാവ് നേരിട്ടൊരു റോളറിലേക്കാണ് എത്തുന്നത്. ഒരു വലിയ റോളായി ഇത് മാറും. അടുത്ത ഘട്ടത്തിൽ ഈ മാവ് ഫില്ലിംഗിന്റെ ആകൃതിയിൽ ചെറിയ പീസുകളായി മാറുന്നു. അതിനുശേഷം ഇവ കൃത്യമായി കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ? എത്ര കൃത്യമായും കുറ്റമറ്റ രീതിയിലുമാണ് ഈ റാവിയോളി മേക്കർ മെഷീൻ പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇത് കണ്ട് ഇപ്പോൾ തന്നെ സ്വിഗ്ഗിയിൽ റാവിയോളി ഓർഡർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? നമ്പർ 3 നല്ല ചൂടപ്പം പോലെയുള്ള പിസ്സ. നിങ്ങൾ പിസ്സ ലവേഴ്സ് ആണോ? എങ്കിൽ ഫാക്ടറികളിൽ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടാലോ. ആംബ്രോ എന്നാണ് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് പിസ്സ മേക്കറിന്റെ പേര്. ആദ്യമായി മാവ് നന്നായി പരത്തിയിട്ട് കൺവെയർ ബെൽറ്റിലൂടെ മെഷീനിനകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം ഈ മാവിനെ മെഷീൻ വൃത്താകൃതിയിൽ പഞ്ച് ചെയ്യുകയും ബാക്കി ഭാഗങ്ങൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിൽ മെഷീൻ സോസ് അല്ലെങ്കിൽ സ്പൈസസ് സ്ക്വീസ് ചെയ്യുകയും അടുത്ത ഘട്ടത്തിൽ റോളർ മെഷീൻ സോസ് സ്പ്രെഡ് ചെയ്ത് പിസ്സയുടെ ടോപ്പർ സെറ്റ് ചെയ്യുന്നു. പിന്നീട് ഇവയെല്ലാം വലിയ ഒരു മൈക്രോവേവ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നു. നല്ല അടിപൊളി ഹോട്ട് ആൻഡ് സ്പൈസി പിസ്സ റെഡി. നമ്പർ 2 തണ്ണിമത്തൻ തൊണ്ട് കളയുന്നത് കണ്ടാലോ. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വാട്ടർമെലൻ പീലിംഗ് മെഷീനാണ്. വളരെ ഈസിയായും നീറ്റായും തണ്ണിമത്തൻ തോല് കളയുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. 2 ആക്സിലുകൾക്കിടയിൽ തണ്ണിമത്തനെ ഹോൾഡ് ചെയ്യുകയും അതോടൊപ്പം തണ്ണിമത്തൻ നന്നായി കറക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കുഴല് പോലെയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് തോല് ചീന്തിയെടുക്കുന്നു. മെഷീനിന്റെ സഹായത്തോടെ ലെയറായാണ് തണ്ണിമത്തനിന്റെ തോല് ചീന്തിയെടുക്കുന്നത്. പൂർണ്ണമായും തോല് കളഞ്ഞ തണ്ണിമത്തനിന്റെ 2 അറ്റവും മെഷീനിൽ തന്നെ നിൽക്കുകയും മധ്യഭാഗം താഴെ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് മെഷീനിൽ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പുറന്തള്ളുന്നു. എങ്ങനെയുണ്ട് ഈ വാട്ടർമെലൻ പീലിംഗ് മെഷീൻ? കോക്കനട്ട് പീലർ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കോക്കനട്ട് പീലിംഗ് മെഷീനാണ്. തേങ്ങ പൊതിക്കുക ഏറെ പ്രയാസമുള്ളൊരു പണിയാണ്. എന്നാൽ വെറും സെക്കൻഡുകൾ കൊണ്ടാണ് ഈ മെഷീൻ തേങ്ങ പീൽ ചെയ്തെടുക്കുന്നത്. ബി-വേ കോക്കനട്ട് പീലർ എന്നാണ് ഇതിന്റെ പേര്. വളരെ എളുപ്പം ഹാൻഡിൽ ചെയ്യാമെന്നത് തന്നെയാണ് ഈ കോക്കനട്ട് പീലറിന്റെ ഏറ്റവും വലിയ സവിശേഷത. പണിയൊക്കെ എത്ര സിമ്പിളായി ആണല്ലേ മെഷീനുകൾ ചെയ്തു തീർക്കുന്നത്. ഇതുപോലൊരെണ്ണം വാങ്ങി വീട്ടിൽ വെക്കാൻ തോന്നുന്നുണ്ടോ? നമ്പർ 1 റൊട്ടി ഉണ്ടാക്കാം ഓട്ടോമാറ്റിക്കായി. ഡിന്നറിന് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ചപ്പാത്തി മാവ് കുഴച്ച് പരത്തി ചുട്ടെടുക്കുക എന്നത് ഒരു ചെറിയ പണിയല്ല, അല്ലേ? ചപ്പാത്തി കഴിക്കാൻ എളുപ്പമാണെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാൻ ധാരാളം സമയം ആവശ്യമാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതൊരു ഓട്ടോമാറ്റിക് റൊട്ടി മെഷീനാണ്. മണിക്കൂറിൽ 800 മുതൽ 1000 ചപ്പാത്തി വരെ ഈ മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കാനും ഉരുളയാക്കാനും പരത്താനും ചുട്ടെടുക്കാനുമെല്ലാം പ്രത്യേകം യന്ത്രങ്ങളുണ്ട്. ഹോട്ടലുകൾക്കും കേറ്ററിംഗ് സർവീസുകാർക്കും ഈ ഓട്ടോമാറ്റിക് റൊട്ടി മെഷീൻ ഏറെ പ്രയോജനകരമായിരിക്കും. പൊടിയും ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഓയിലുമെല്ലാം മെഷീനിലേക്ക് ചേർത്ത് കൊടുക്കുക എന്ന പണി മാത്രമേ നമുക്കുള്ളൂ. കുഴച്ചെടുത്ത മാവ് മറ്റൊരു മെഷീനിലിട്ട് ചെറിയ ഉരുളകളാക്കുന്നു. പിന്നീട് മറ്റൊരു മെഷീനിലിട്ട് പരത്തിയെടുക്കുകയും അതിനുശേഷം വലിയൊരു ബർണറിലിട്ട് ചുട്ടെടുക്കുന്നു. ചപ്പാത്തി റെഡി ദാ ഇങ്ങനെ. ഫാക്സ് മോജോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറക്കരുത്. കൂടാതെ കൂടുതൽ അറിവുകൾ നേടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.